ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, വിശുദ്ധമായ ഖുർആനും നോമ്പും നാളെ മഹ്ശറയിലേക്ക് കടന്നു വരും. നോമ്പും ഖുർആനും മനുഷ്യന്മാർക്ക് ശഫാഅത്ത് ചെയ്യുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വിശുദ്ധമായ നോമ്പ് വിളിച്ചു പറയും, അല്ലാഹുവേ, ഞാൻ ഇവനിലേക്ക് എത്തിയപ്പോൾ ഇവൻ ഭക്ഷണത്തിന് ഉപേക്ഷിച്ചവനാണ്, ഇവൻ തടീച്ചകളെയും ഉപേക്ഷിച്ച് ഇവൻ നോമ്പ് നോറ്റവനാണ്, അതുകൊണ്ട് ഞാൻ ഇവന് ശുപാർശ ചെയ്യുന്നു, അല്ലാഹുവേ സ്വീകരിക്കണമെന്ന് പരിശുദ്ധമായ നോമ്പ് അല്ലാഹുവിനോട് വിളിച്ചു പറയും. അതേപോലെ തന്നെ ഖുർആനും അല്ലാഹുവിനോട് വിളിച്ചു പറയും, അല്ലാഹുവേ, ഞാൻ ഇവൻ്റെ ഉറക്കം കെടുത്തിയവനാണ്, ഇവൻ്റെ കൈകളിലേക്ക് ഞാൻ വന്നപ്പോൾ ഇവൻ ഉറങ്ങാതെ പാരായണം ചെയ്തവനാണ്, അതുകൊണ്ട് ഇവനിക്കും ശഫാഅത്ത് ചെയ്യണമെന്ന് ഖുർആനും വിശുദ്ധമായ നോമ്പും നാളെ മഹ്ശറയിൽ അതിൻ്റെ അഹ്ലുകാർക്ക് ശുപാർശ ചെയ്യുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് വിശുദ്ധമായ റമളാനിൽ ധാരാളം നോമ്പ് നോൽക്കുകയും കാര്യമായ ഖുർആൻ പാരായണം, മൻ വഖറൽ ഖുർആന ഫഖദ് വഖറഹുല്ലാഹ്, ഒരു മനുഷ്യൻ ഖുർആനെ ബഹുമാനിച്ചാൽ അല്ലാഹു അവനെ ബഹുമാനിക്കുമെന്നാണ്. ഖുർആനെ ബഹുമാനിക്കുക എന്ന് പറഞ്ഞാൽ ഖുർആൻ ഓതുക എന്നുള്ളതാണ്. അല്ലാഹുവിൻ്റെ കലാമാണെന്നുള്ള ബോധത്തോടുകൂടെ വളരെ സാവധാനം, വറത്തിലിൽ ഖുർആന തർത്തീല, വളരെ സാവധാനമായി ഖുർആൻ പാരായണം ചെയ്യണം, ധാരാളം ഖുർആൻ ഓതണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിനൊക്കെ തൗഫീഖ് നൽകട്ടെ. ഒരക്ഷരത്തിന് 10 നന്മകളാണ്, 10 നന്മകളുടെ സവാബ് അവൻ്റെ ഇടയിലേക്ക് അല്ലാഹു എഴുതി വെക്കുമെന്നാണ്. അലിഫ് ലാം മീം എന്ന് പറയലോടുകൂടെ 30 നന്മകളാണ് അല്ലാഹുവിൻ്റെ ഇടയിലേക്ക് അല്ലാഹു എഴുതി വെക്കുന്നത്. ഖുർആൻ ഓതുന്ന സ്ഥലത്ത് റഹ്മത്തിൻ്റെ മാലാക്കന്മാർ തടിച്ചുകൂടുമെന്ന് പുണ്യനബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഖുർആനുമായി ബന്ധപ്പെടാൻ ഈ വിശുദ്ധമായ റമളാൻ നമുക്ക് കഴിയട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.